ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കളയണം എന്നൊന്നുമില്ല, കഴിയുന്നതിൻ്റെ മാക്സിമം ഒന്ന് നന്നായിട്ട് കളയേക്കാം. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇതേപോലെ കളഞ്ഞേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ കുറച്ചും കൂടി അധികം കോഴിമുട്ട വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡിലേക്കുള്ള ഫില്ലിംഗ് അല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരു കോഴിമുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് പുഴുങ്ങി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതേപോലെ ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം. ചെറിയ സ്ലൈസായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട്, നമ്മൾ ഇടുന്നതൊക്കെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, എങ്കിൽ ആ ഫില്ലിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളും. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം 1/4 ടീസ്പൂണൊക്കെ വെച്ചിട്ട് ചേർക്കുന്നുള്ളൂ, കാരണം ഒത്തിരി സ്പൈസസ് ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിലൊക്കെ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരു നനവിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്കൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിമുട്ട ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ബോൾസ് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതെങ്ങനെയാണ് ബോൾസാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് മുക്കി കൊടുക്കാം. അങ്ങനെ മുക്കുന്ന ടൈമിൽ ഈ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം വെള്ളം ഇതിൽ നിന്ന് കളയാം. ഇതേപോലെ വെള്ളത്തിൽ മുക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഓൾറെഡി ഒരു ബോൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കഴിയുന്നതിൻ്റെ മാക്സിമം ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ കഴിയുന്ന അത്രയും നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ബാക്കി നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കുന്ന ടൈമിൽ നന്നായിട്ട് ഉരുണ്ട് വന്നോളും. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കഴിയുന്ന അത്രയും മാക്സിമം നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം. എല്ലാ സൈഡിലേക്ക് ബ്രെഡൊക്കെ ഒന്ന് വന്നിട്ട് ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ ഒന്നും കൂടി ശരിയായിട്ട് റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലും കൂടി ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് ബോൾസ് അപ്പോൾ ഇവിടെ റെഡിയായി. ഇതേപോലെ ബാക്കിയുള്ള സ്ലൈസും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്നും തന്നെ അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാക്കി കഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ഉരുള ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 4 ബ്രെഡ് സ്ലൈസും ഇതേപോലെ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ബ്രെഡ് ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓയിൽ ചൂടാവുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ഒരുപാട് ഓയിൽ കുടിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ചൂടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ കുടിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യത്തിനുള്ള ഓയിലേ കുടിക്കത്തുള്ളൂ. ഇനി ഇത് 2 സൈഡും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനിവിടെ പൊട്ടാറ്റോ ലോലിപ്പോപ്പൊക്കെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. അതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ആയിട്ട് മാത്രം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 സൈഡും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ കഴിക്കുന്ന ടൈമിൽ. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. അത്രയും ടേസ്റ്റാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ആരും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് ഫ്രൈ ചെയ്യാനാണെങ്കിലും 1-1.5 മിനിറ്റ് മതി കേട്ടോ. അത്രയും സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്